അപകട ഭീഷണി ഉയർത്തി പാടിയോട്ടിച്ചാൽ മച്ചി വളവ്. വലിയ കയറ്റവും അശാസ്ത്രീയമായ നിർമ്മാണവും വീതി കുറവുമാണ് ഇവിടെ അപകടം നിത്യസംഭവമാകാൻ കാരണം. ഈ വളവിൽ ഒരു ദിവസം കുറഞ്ഞത് ഒരു അപകടമെങ്കിലും ഉണ്ടാകും. അത് 3-4 വരെയാവാം. ഇന്ന് രാവിലെ തന്നെ 2 മണിക്കൂറിനുള്ളിൽ 2 വലിയ അപകടങ്ങളാണ് ഉണ്ടായത്. പാടിയോട്ടിച്ചാൽ ടൗണിൽ നിന്ന് പാഞ്ഞു വരുന്ന വാഹനങ്ങൾ അപ്രതീക്ഷിതമായാണ് ഇറക്കവും വളവും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയന്നും അല്ലാതെയും നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് പതിവ്. ശരിയായ രീതിയിലുള്ള സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാത്തതും അപകടത്തിന് പ്രധാന കാരണമാണ്. ഇവിടെ സ്ഥിരം ആക്സിഡൻറ്റ് ഏരിയയിൽ പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ പറയുന്നു. കാരണം വെച്ചാൽ ഒരുപാട് ആക്സിഡൻറ്റുകൾ ഇവിടെ നടന്നു. അധികൃതർ മുകളിൽ 2 റിഫ്ലക്ടർ ഇപ്പോൾ ഒട്ടിച്ചിട്ടുണ്ട്. അതിനെ കൊണ്ടൊന്നും ആ റിഫ്ലക്ടർ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഈ കഴിഞ്ഞ ആഴ്ച 2 ആക്സിഡൻറ്റ് ഉണ്ടായി. ഇന്ന് രാവിലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഒരു ചക്കൻ്റെ കൈ ഒടിഞ്ഞു. ഇപ്പോൾ ഉണ്ടായ ആക്സിഡൻ്റ് ആയത് അവൻ്റെ കാല് സീരിയസ് ആയിട്ട് ഇപ്പം മുറിക്കണം എന്നാണ് ആശുപത്രിയിൽ നിന്ന് പറയുന്നത്. ഇതുപോലുള്ള ആക്സിഡൻറ്റുകളാണ് ഇവിടെ ഉണ്ടാകും. ഒന്നാമത് വണ്ടിയുടെ ഓവർ സ്പീഡ്, ഓവർടേക്കിങ്, ഇതൊക്കെയാണ് ഇവിടെ. ഇതിന് തക്കതായ ഒരു ശരിക്കുള്ള റോഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സിഗ്നലോ കാര്യങ്ങൾ ശരിക്കുള്ള ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇനിയും മരിക്കും. കാരണം ഇത് നമ്മളെ നാട്ടുകാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നിപ്പോൾ നമ്മളെ ഷിജു ഇവർ രണ്ടാളുണ്ടായതുകൊണ്ടാണ് ഇന്നിപ്പോൾ അവരെ ആശുപത്രി എത്തിക്കാൻ കഴിഞ്ഞത്. അവൻ റോഡിൽ ആക്സിഡൻ്റായിട്ട് വീണിട്ടുണ്ടായിരുന്നത്. ആ യാത്രക്കാർ വരെ നോക്കി കഴിഞ്ഞു ബസ്സിലത്തെ. ഇതേപോലെയാണ് ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് അധികൃതർ ഇതിനെതിരെ എന്തായാലും ഒരു നടപടി എടുക്കണം. കഴിഞ്ഞ ആക്സിഡൻറ്റിൽ പോലീസ് വണ്ടി അതിനകത്ത് കാനയിൽ വന്നൊരു ചക്കൻ രാത്രി 1:30 വീണു. ആ പോലീസുകാരുണ്ടായതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തി. അതിൻ്റെ പിറ്റേന്ന് സന്ധ്യയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അന്ന് SI സാർ ഉണ്ടായതുകൊണ്ട് അവനെ പറഞ്ഞു വലിയ പരിക്കുണ്ടായി, കൈക്ക് ചെറിയ പരിക്കേ പറ്റിയിട്ടുള്ളൂ, അവനെ ഒഴിവാക്കി. ഇങ്ങനെ ഇവിടെ സ്ഥിരം പരിപാടി ഇപ്പോൾ ഇതാണ്. അതിന് തക്കതായ ഓവർ സ്പീഡിന് നിയന്ത്രിക്കാനും തക്കതായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുകളിൽ റിഫ്ലക്ടർ ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ 2 സ്ഥലത്ത്. അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അതും കവർ ചെയ്തിട്ടാണ് വണ്ടി, ആ റിഫ്ലക്ടർ നോക്കുന്ന പോലുമില്ല, അതും കവർ ചെയ്തിട്ടാണ് വണ്ടി വരുന്നത്. അവിടെ നമുക്കിത് സ്ഥിരം ഇവിടുത്തെ ഒരു പരിപാടിയായിട്ടുണ്ട്. എന്താ ചെയ്യണം നമുക്കറിയില്ല. അധികൃതർ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. അല്ലാണ്ട് നാട്ടുകാർ പോയിട്ട് പ്രക്ഷോഭം ആരംഭിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഇതാണ് ഡെയിലി തന്നെ പരിപാടി. നമുക്ക് ആൾക്കാരും കൊണ്ട് ആംബുലൻസ് പയ്യന്നൂരൊക്കെ കൊണ്ടുപോക്ക്. ഇന്ന് ഷിജു അവർ ഉണ്ടായതുകൊണ്ടാണ് ആ യുവാവ് ഇവിടെ ബോധമില്ലാതെ കിടക്കായിരുന്നു റോഡിൽ ഈ വെയിലത്ത്. ഭയങ്കര സംഭവം അത്. കാലിൻ്റെ എല്ലൊക്കെ ഒടിഞ്ഞു. കണ്ണൂർ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ സംഭവം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സ്ഥിരം പരിപാടിയാണ്. എന്തായാലും ഇതിൽ നടപടി എടുക്കണം. ഇല്ലെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാര്യങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കൂടാതെ വലിയ വളവും കയറ്റവുമായതിനാൽ വേണ്ടത്ര വീതിയും റോഡിനില്ല എന്ന പരാതിയും വ്യാപകമാണ്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം നടത്താനാണ് നാട്ടുകാരുടെ നീക്കം.